2026 ഒരു വ്യക്തമായിട്ടുള്ള ഒരു ബിസിനസ് ഗ്രോത്ത് പ്ലാൻ ഇല്ലാതെയാണോ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾക്കൊരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഡിറക്ഷൻ ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ എന്ന് മാത്രമേ പ്രയോജനമുള്ളൂ. നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. കാരണം എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ്, എന്തൊക്കെയാണ് നേടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൺഫ്യൂസ്ഡ് ആയി പോകും. സോ ഒരു ക്ലിയർ കട്ട് പ്ലാൻ, ബിസിനസ് ഗ്രോത്ത് മാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. 1 ഇയറിൻ്റെ ഒരു ക്ലാരിറ്റി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് എൻ്റെ ഞാൻ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇൻകം സ്കില്ലിലാണെങ്കിലും ഇൻകം ഗോൾസിലാണെങ്കിലും അല്ലെങ്കിൽ സിസ്റ്റം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണെങ്കിലും ആക്ഷൻ സ്റ്റെപ്പുകൾ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതായിട്ടാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ഗ്രോത്ത് മാപ്പ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കൃത്യമായിട്ട് ഒരു 2026 ഒരു ഡിഫൈൻ ചെയ്യുക. നിങ്ങളുടെ വിഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് എത്രമാത്രം ഏൺ ചെയ്യണം, എനിക്ക് എന്തൊക്കെ ലൈഫ് സ്റ്റൈലിലാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, അതുപോലെ തന്നെ എത്ര അവേഴ്സ് ഞാൻ ഒരു ദിവസം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഗ്രോത്ത് മാപ്പ് നമ്മൾ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഏതൊക്കെ ഒരു ഇൻകം സ്ട്രീംസ് ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോഡക്റ്റ് തന്നെ ബൊട്ടിക്കിലുള്ള ഫാഷൻ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്തുകൊണ്ടാവാം, അതിൽ അഫിലിയേറ്റ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്തുകൊണ്ടാവാം. ഇങ്ങനെ പലതരത്തിലുള്ള ഇൻകം സ്ട്രീംസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ ഏതൊക്കെയാണ് നമുക്ക് ഈ 2026 നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫോക്കസ് ഏരിയയിലേക്ക് നമുക്ക്, അതായത് നമ്മുടെ ഗ്രോത്ത് പില്ലർ എന്ന് പറയുന്ന ഈ വിസിബിലിറ്റിയും ട്രസ്റ്റും സെയിൽസ് സിസ്റ്റം, ഈ 3 കാര്യത്തിൽ നമ്മൾ വർക്ക് ചെയ്യുക. വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇമ്പാക്റ്റ് കൂടുതൽ, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് വിസിബിലിറ്റി കൂട്ടുക, നമ്മുടെ കസ്റ്റമേഴ്സായിട്ടുള്ള ട്രസ്റ്റ് വർദ്ധിപ്പിക്കുക, നമ്മുടെ സെയിൽസ് സിസ്റ്റത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ മന്ത്ലി ആക്ഷൻ പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ജനുവരി മുതൽ ഫെബ്രുവരി മാർച്ച് വരെ എന്ത് ചെയ്യണം, ഏപ്രിൽ മുതൽ മെയ് ജൂൺ വരെ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ കൊണ്ടുവരിക. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് മന്ത് ജനുവരി ടു മാർച്ച് ആണെങ്കിൽ വരെ ലേണിംഗ് ആൻഡ് ഫൗണ്ടേഷൻ ബിൽഡിംഗ് ആണെങ്കിൽ ഒരു ഏപ്രിൽ ടു ജൂൺ വരെ നമ്മൾ കോണ്ടൻറ്റ് ക്രിയേഷനും ഓഡിയൻസ് ഗ്രോത്തിലും ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ജൂലൈ ടു സെപ്റ്റംബർ വരെ നമുക്ക് സെയിൽസ് ആൻഡ് സ്കെയിലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. അതിന് ഒക്ടോബർ ടു ഡിസംബറിൽ നമ്മൾ ഓട്ടോമേഷനിലേക്ക്, എക്സ്പാൻഷനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഒരു മന്ത്ലി പ്ലാൻ നമ്മൾ കൊണ്ടുവരിക. അതുപോലെ നമ്മുടെ സ്കില്ലിൽ വരുത്തേണ്ട അപ്ഗ്രേഡേഷൻസ് എന്ന് പറയുമ്പോൾ സെയിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ നമുക്ക് സ്കില്ലുകൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. മാർക്കറ്റിംഗ്, കോണ്ടൻറ്റ് ക്രിയേഷനിൽ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ, അതുപോലെ തന്നെ മൈൻഡ് സെറ്റ് ആൻഡ് ലീഡർഷിപ്പിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ പേഴ്സണൽ ഡിസിപ്ലിനാണെങ്കിലും നമ്മൾ എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യണം, എത്ര മണിക്കൂർ ലേണിങ്ങിന് സ്പെൻഡ് ചെയ്യണം, നമ്മൾ എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര അവേഴ്സ് കോണ്ടൻറ്റ് ക്രിയേഷനിൽ ഫോക്കസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടൊരു നിങ്ങളൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് 2026 ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലൊരു ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് കൊണ്ടുതരാനായിട്ട് സാധിക്കും. സോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് നമ്മുടെ പാഷൻ ടു ബിസിനസ് എന്ന കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക.